കൂട്ടുകാരെ, ഇത് ബ്രൊക്കോളിയുടെ തൈയാണേ. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് അവർ നട്ടു വെച്ചിരിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഈ ചായയൊക്കെ കുടിക്കുന്ന പ്ലാസ്റ്റിക് കപ്പില്ലേ, അതിനകത്ത് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഹോളിട്ടിട്ട് ആണ് നട്ടു വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനടുത്ത് ഗ്രോ ബാഗ് ഞാൻ തയ്യാറാക്കിയ വിധം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ അടിയിൽ നിറയെ ഇലകളാണ് കണ്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാവേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നിറച്ചും വേര് വന്നിട്ടുണ്ട് കേട്ടോ. അത് കൂടുതലും കൊക്കോപ്പീറ്റിലുള്ള മണ്ണാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം നിറയെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നട്ട് വെക്കാവേ. അപ്പോൾ ഇതിൻ്റെ ഗ്രോ ബാഗ് തയ്യാറാക്കിയത് ശരിക്കും ഞാൻ അതിൻ്റെ അകത്ത് മൊത്തം നല്ലപോലെ ഇലയിട്ടിട്ടാണ്. അതിൻ്റെ മേൽഭാഗത്തുള്ള കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വരുമ്പം പെട്ടെന്ന് ഇതിന് വേരോട്ടം നല്ലപോലെ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ മേൽമണ്ണ് ഉണ്ടാക്കിയത് തന്നെ പച്ചക്കറി വേസ്റ്റും പിന്നെ ഇതുപോലെ തന്നെ ഇലകളും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ മുകളിലുള്ള മണ്ണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ വേരോട്ടം കിട്ടുകയും ചെയ്യും, നല്ല പോലെ വളക്കൂറും ഉണ്ടാവും കേട്ടോ. എന്തായാലും നട്ട് വെച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ നിറച്ചും പൂവായി. ഇത് പൂവാകാനും ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുഞ്ഞ് മൊട്ടായി വന്നപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായില്ല. ഞാൻ വീണ്ടും വളരുമല്ലോ എന്നോർത്ത് ഇത് കണ്ടോ ഇതുപോലെയായി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയും വളർന്നോളും എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു. അത് നിമിഷ നേരം കൊണ്ട് പൂവായി എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ അതിനകത്ത് നല്ല പോലെ വിത്തുണ്ടായി. അപ്പോൾ വിത്തുണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് നല്ലപോലെ ലാഭമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ഫിൽസിൽ നിന്ന് ഒരു തോട്ടം നിറയെ ഉണ്ടാകാനുള്ള വിത്ത് എനിക്ക് കിട്ടി കേട്ടോ. ഇതിൻ്റെ വിത്ത് കണ്ടോ, കുഞ്ഞ് കടുകുമണി പോലെയാണ് ഇതിൻ്റെ വിത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ വിത്ത് കിട്ടി. നമുക്ക് ആവശ്യത്തിലേറെ 100 ഫിൽസിൽ നിന്ന് തന്നെയാണ് ഇത്രയും വിത്ത് കിട്ടിയത്.